നമസ്തേ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ശരിക്കും മരിച്ചോ? 1945 ഓഗസ്റ്റ് 18 തായ്വാനിൽ വിമാനാപകടത്തിൽ നേതാജി മരിച്ചുവെന്നാണ് വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മരണത്തിന് പിന്നാലെ ഉയർന്ന സംശയങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല. മൃതശരീരമില്ല, മരണ സർട്ടിഫിക്കറ്റിനെക്കുറിച്ചും ചോദ്യങ്ങൾ, അപകടത്തിന്റെ രേഖകളെക്കുറിച്ചും സംശയങ്ങൾ. അതിലുപരി നേതാജിയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരിൽ ഒരാളായ ലീല റോയ് വർഷങ്ങൾക്കു ശേഷം ഒരു രഹസ്യ സന്യാസിയെ നേരിൽ കാണുകയും അദ്ദേഹത്തെ കണ്ടയുടൻ നിങ്ങളുടെ സുഹൃത്ത് ജീവനോടെ ഉണ്ട്, ഇന്ത്യയിൽ തന്നെയെന്ന് കത്തെഴുതുകയും ചെയ്തുവെന്ന അവകാശവാദവും ഈ കഥയെ കൂടുതൽ ദുരൂഹമാക്കുന്നു. അപ്പോൾ ആ സന്യാസി ആരായിരുന്നു? ഗുംനാമി ബാബ ആരായിരുന്നു? അത് ശരിക്കും നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നോ? ഇന്ന് നമുക്ക് പരിശോധിക്കാം ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നായ നേതാജിയുടെ തിരോധാനത്തിന്റെ പിന്നിലെ കഥ. ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്മൃതി ദിനം. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ വ്യക്തിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്നറിയപ്പെട്ടിരുന്ന സുഭാഷ് ചന്ദ്രബോസ് തുടർച്ചയായി 2 തവണയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനുള്ള മികച്ച മാർഗമായി അദ്ദേഹം ആദ്യത്തെ ഇന്ത്യൻ സായുധ സേന ആസാദ് ഹിന്ദ് ഫൗജ് സ്ഥാപിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ആരാണെന്നറിയാത്ത വ്യക്തികൾ പോലും അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിരുന്നു അന്ന്. ഏറ്റവും ആദരണീയരായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളികളെ ഏറ്റവും മഹനീയ വ്യക്തിത്വമാണ് സുഭാഷ് ചന്ദ്രബോസ്. ദേശസ്നേഹം തുളുമ്പുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഓർമ്മദിനമാണ് ഇന്ന്. ഈ ഓർമ്മദിനത്തിൽ നേതാജിയെക്കുറിച്ചുള്ള ഒരു അതിഗംഭീരമായ കുറിപ്പ് പങ്കുവയ്ക്കാം. ഈ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കറാണ്. നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം. ലീല റോയ്ക്ക് ആള് തെറ്റുമോ? 1922 ബംഗാളിൽ ഒരു വലിയ പ്രളയമുണ്ടായി. അന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുകയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷിന്റെ അധ്യാപകനായിരുന്ന ഗിരീഷ് ചന്ദ്ര നാഗിന്റെ മകൾ ലീല നാഗ് ആ സമയം ധാക്ക സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയാണ്. പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ലീല പണവും വസ്തുക്കളും ശേഖരിച്ചു. സുഭാഷ് ധാക്കയിൽ എത്തിയപ്പോൾ അവൾ അതെല്ലാം സുഭാഷിനെ നേരിട്ട് ഏൽപ്പിച്ചു. അടുത്ത വർഷം അവൾ ദീപാലി സംഘ എന്നൊരു സംഘടന രൂപീകരിച്ചു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, പ്രതിരോധം എന്നിവ പഠിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി രക്തസാക്ഷിയായ പ്രീതിലത വധേദാർ പരിശീലനം നേടിയത് ലീലയുടെ സംഘടനയിൽ നിന്നായിരുന്നു. വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം നൽകിയ ബംഗാൾ ഓർഡിനൻസ് പ്രകാരം ലീല 1931 മുതൽ 6 വർഷം ജയിലിൽ കിടന്നു. ലീല ജയിൽ മോചിതയായതിനു പിന്നാലെ സുഭാഷ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നു. ലീലയുടെ ദേശസ്നേഹവും സംഘടനാ മികവും സ്ത്രീ സംരക്ഷണ പ്രവർത്തനങ്ങളും നന്നായി അറിയുന്ന സുഭാഷ് അവളെ ദേശീയ ആസൂത്രണ കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. അതിന്റെ വനിതാ കമ്മിറ്റിയിൽ ലീല അംഗമാകുന്നു. 1939 ലീല വിപ്ലവകാരി അനിൽ റോയിയെ വിവാഹം ചെയ്യുന്നു. അതോടെ ലീല നാഗ് ലീല റോയ് എന്നറിയപ്പെടാൻ തുടങ്ങുന്നു. ഇതിനിടെ സുഭാഷ് കോൺഗ്രസ് വിട്ട് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നു. അതോടെ ലീലയും അനിലും സുഭാഷിനൊപ്പം ഫോർവേഡ് ബ്ലോക്കിൽ സ്ഥാപകാംഗങ്ങളായി ചേരുന്നു. 1940 സുഭാഷ് അറസ്റ്റിലായതോടെ പാർട്ടിയുടെ മുഖപ്രസിദ്ധീകരണമായ ഫോർവേഡ് ബ്ലോക്ക് വാരികയുടെ എഡിറ്റർ സ്ഥാനം ലീല ഏറ്റെടുക്കുന്നു. 123 ഇന്ത്യക്കാരുടെ മരണത്തിന് കാരണമായ ബ്ലാക്ക് ഹോൾ സംഭവത്തിന്റെ സ്മാരകം കൽക്കട്ടയിൽ നിന്നും പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സുഭാഷ് നടത്തിയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ലീല വീണ്ടും അറസ്റ്റ് വരിക്കുന്നു. മോചിപ്പിക്കപ്പെട്ട ശേഷം ഫോർവേഡ് ബ്ലോക്കിന്റെയും രഹസ്യ നീക്കങ്ങളുടെയും പൂർണ്ണ ചുമതല സുഭാഷ് ലീലയ്ക്കും അനിലിനും കൈമാറുന്നു. അതിനുശേഷം അവർ തമ്മിൽ കണ്ടിട്ടില്ല. തന്റെ അധ്യാപകന്റെ മകൾ എന്ന നിലയിൽ സുഭാഷിന് ലീലയുമായി ഉണ്ടായിരുന്ന ചെറുപരിചയം 1922 മുതൽ വളർന്ന ആത്മബന്ധമായി മാറുകയായിരുന്നു. 2 പതിറ്റാണ്ടോളം നീണ്ട വിശ്വാസം. തീരെ സ്വകാര്യമായ സംഭാഷണങ്ങളിലും കത്തിടപാടുകളിലും ലീലയെ ലീ എന്നായിരുന്നു സുഭാഷ് വിളിച്ചിരുന്നത്. ലീലയെ അങ്ങനെ മറ്റാരും വിളിച്ചിരുന്നില്ല. 1941 അത്ഭുതകരമായി വീട്ടുതടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് സുഭാഷ് അഫ്ഗാനിസ്ഥാൻ, സോവിയറ്റ് യൂണിയൻ വഴി ജർമ്മനിയിലും പിന്നീട് ജപ്പാനിലുമെത്തി. വിദേശത്ത് ഇന്ത്യൻ സർക്കാർ രൂപീകരിച്ചു. ഇന്ത്യൻ ലീജിയൻ, ആസാദ് ഹിന്ദ് സർക്കാർ INA സാന്നിധ്യം ഏറ്റെടുത്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ജപ്പാനുമായി ചേർന്ന് യു ഗോ ഒഫൻസീവ് എന്ന സായുധ പോരാട്ടം നടത്തി. ഇതിനിടെ സുഭാഷ് നേതാജി എന്നറിയപ്പെടാൻ തുടങ്ങി. 1942 ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നു. ഫോർവേഡ് ബ്ലോക്ക് വാരികയിലും ജയശ്രീ വാരികയിലും എഴുതിയ ബ്രിട്ടീഷ് വിരുദ്ധ ലേഖനങ്ങളുടെ പേരിൽ ലീല വീണ്ടും അറസ്റ്റിൽ. 4 കൊല്ലം ജയിലിൽ. ലീല ജയിലിൽ കിടക്കുമ്പോൾ 1945 ഓഗസ്റ്റ് 23 ദാരുണമായ ആ വാർത്തയെത്തി. 5 ദിവസം മുൻപ് ഓഗസ്റ്റ് 18 തായ്വാനിലെ ഒരു വിമാനത്താവളത്തിൽ നടന്ന വിമാന അപകടത്തിൽ
നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്തരിച്ചു. ഇന്ത്യയിൽ തീരാദുഃഖം. നിയന്ത്രണത്തിന്റെ അണപൊട്ടി തേങ്ങിത്തളർന്ന സ്വാതന്ത്ര്യസമര പോരാളികൾ, വിപ്ലവകാരികൾ, സാധാരണക്കാർ. 1946 ലീല ജയിലിൽ നിന്നും പുറത്തേക്ക്. അപ്പോഴേക്കും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന സാഹചര്യമായി. രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലേക്ക് ലീല തെരഞ്ഞെടുക്കപ്പെടുന്നു. എന്നാൽ ഇന്ത്യ വിഭജനത്തോടുള്ള കടുത്ത എതിർപ്പ് വ്യക്തമാക്കി ലീല രാജിവെച്ച് ഒഴിയുന്നു. ശേഷം മതകലാപം ആളിക്കത്തിയ നവ്ഖാലിയിലേക്ക്. ഗാന്ധിജി എത്തുന്നതിനും വളരെ മുൻപ് തന്നെ കലാപത്തിന്റെ ഇരകളെ സംരക്ഷിക്കാൻ ലീല എത്തി. അക്രമത്തിൽ നിന്നും നിർബന്ധിത മതപരിവർത്തനത്തിൽ നിന്നും 400 സ്ത്രീകളെ ലീല നേരിട്ട് രക്ഷപ്പെടുത്തി. പിന്നീട് കൽക്കട്ടയിലേക്ക് മാറിയ ലീല അഭയാർത്ഥി പ്രവാഹമുണ്ടായതോടെ കൂടുതൽ സ്ത്രീ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുഴുകി. സ്ത്രീ ശാക്തീകരണത്തിനും പൗരാവകാശ സംരക്ഷണത്തിനും ലീല പുതിയൊരു സംഘടന ആരംഭിച്ചു. 1952 അനിൽ അന്തരിച്ചു. വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു. ഫോർവേഡ് ബ്ലോക്കും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും തമ്മിൽ ലയിക്കുന്ന സാഹചര്യം വന്നു. അപ്പോഴും ലീല സജീവ രാഷ്ട്രീയത്തിൽ തുടർന്നു. 1962 തന്റെ 62-ാം വയസ്സിൽ പൊടുന്നിനെ ലീല സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. പാർട്ടിയിലെ വിഭാഗീയതയിൽ മനം നൊന്ത് ലീല രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്നതായിരുന്നു പുറത്തുകേട്ടത്. സത്യത്തിൽ അതായിരുന്നോ കാരണം? ഈ കാലയളവിൽ മറ്റൊരു പ്രധാന സംഭവം ലീലയുടെ ജീവിതത്തിൽ ഉണ്ടായി. ലീലയുടെ രാഷ്ട്രീയത്തെയും ജീവിതത്തെയും തന്നെ മാറ്റിമറിച്ച ഒരു സംഭവം. 1962 ലീലയുടെ സുഹൃത്ത് പ്രൊഫസർ അതുൽ സെന്നിന് ഒരു രഹസ്യ വിവരം ലഭിച്ചു. പഴയ ചില വിപ്ലവകാരികളിൽ നിന്നാണ് വിവരം ലഭിക്കുന്നത്. ഉത്തർപ്രദേശിലെ നീംസാറിലെ ഒരു പഴയ ക്ഷേത്രത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു സന്യാസി അതിനിഗൂഢമായി താമസിക്കുന്നു. സന്യാസി ആരെന്നതിനെക്കുറിച്ച് അവർക്ക് ചില സംശയങ്ങളൊക്കെയുണ്ട്. കിട്ടിയ വിവരം സ്ഥിരീകരിച്ച സെൻ ഉടൻ കൽക്കട്ടയ്ക്ക് തിരിച്ചു. ആ വിവരം INA രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന പബിത്ര മോഹൻ റോയെ അറിയിച്ചു. വിവരമറിഞ്ഞ് അത്ഭുതപ്പെട്ട പബിത്ര സന്യാസിയെ തേടിപ്പിടിച്ചു. അദ്ദേഹം ആരാണെന്ന് നേരിൽ ബോധ്യപ്പെട്ടു. അപ്പോൾ സന്യാസി തനിക്ക് അടിയന്തരമായി ആവശ്യമുള്ള വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് പബിത്രയ്ക്ക് കൈമാറി. അതുമായി പബിത്ര നേരെ പോയത് ലീലയെ കാണാൻ. അങ്ങനെ പബിത്രയിൽ നിന്ന് ലീല ആ വിവരം അറിഞ്ഞു. നീംസാറിലെ ശിവാലയ ക്ഷേത്രത്തിൽ ഒരു സന്യാസിയുടെ വേഷത്തിൽ ലീലയുടെ ഒരു പഴയ സുഹൃത്ത് അതീവ രഹസ്യമായി കഴിയുന്നു. ആ സുഹൃത്തുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് 17 വർഷത്തിനു ശേഷം. വിവരമറിഞ്ഞ് സ്തബ്ധയായ ലീല പവിത്ര കൈമാറിയ ലിസ്റ്റ് തുറന്നു. കൈയക്ഷരം കണ്ട് ഞെട്ടി. തന്റെ സുഹൃത്തിന്റെ അതേ കൈപ്പട. സന്തോഷവും സങ്കടവും ഒന്നിച്ചു വന്ന ലീല ഒരു കാര്യം തീരുമാനിച്ചു. സന്യാസി ചോദിച്ച വസ്തുക്കൾ ആദ്യം സംഭരിക്കണം. ശേഷം നീംസാറിൽ പോകണം. ആൾ ആരെന്ന് നേരിട്ട് ഉറപ്പിക്കണം. അങ്ങനെ 1963 ജനുവരി മാസത്തിൽ ലീല താൻ സംഭരിച്ച വസ്തുക്കളുമായി രഹസ്യമായി നീംസാറിൽ പോകുന്നു. സന്യാസിയെ കാണുന്നു. സന്യാസി ലീലയെ സംബോധന ചെയ്തു. മൈ ഡിയർ ലീ. ലീലയ്ക്ക് സംശയം മാറി. ആളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. ആശങ്ക ആഹ്ലാദത്തിന് വഴിമാറി. പഴയ കാര്യങ്ങൾ ഉൾപ്പെടെ സംസാരിച്ചു. സന്യാസിക്കൊപ്പം 10 ദിവസം ലീല താമസിച്ചു. അറിഞ്ഞ വിവരം രഹസ്യമായി സൂക്ഷിക്കണമെന്ന് സന്യാസി ലീലയോട് പറഞ്ഞു. തിരികെ കൽക്കട്ടയിലെത്തിയ ലീല ഒരാൾക്കു മാത്രം കത്തെഴുതി. സുഭാഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാല്യകാല സുഹൃത്ത് ദിലീപ് കുമാർ റോയിക്ക്. കത്തിലെ വാചകങ്ങൾ ഇത്രമാത്രം: നിങ്ങളുടെ സുഹൃത്ത് ജീവനോടെയുണ്ട്, ഇന്ത്യയിൽ തന്നെ. പിന്നീട് 1970 തന്റെ മരണം വരെ സന്യാസിക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ മാത്രമായി ലീലയുടെ ശ്രദ്ധ. ലീലയുടെ മരണം സന്യാസിക്ക് വലിയ ആഘാതമായിരുന്നു. 1985 സന്യാസിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പെട്ടിയിൽ നിന്ന് ലീലയുടെ നിരവധി കത്തുകൾ കണ്ടെടുത്തു. അവയൊക്കെ ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പക്കലാണ്. ആരായിരുന്നു ലീല? നിസ്സാരക്കാരിയായിരുന്നില്ല. 2 പതിറ്റാണ്ടിന് മുകളിൽ നേതാജിയുമായുള്ള ബന്ധം, ഒരുമിച്ചുള്ള പ്രവർത്തനം, ശക്തമായ വ്യക്തിബന്ധം, കുടുംബബന്ധം. നേതാജി നിശ്ചയിച്ച പിൻഗാമി. കൽക്കട്ട ബേദൂൻ കോളേജിൽ നിന്നും പത്മാവതി സ്വർണ്ണ മെഡലും ക്യാഷ് അവാർഡും നേടി BA ഇംഗ്ലീഷ് ബിരുദം. ധാക്ക സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടുന്ന ആദ്യ വിദ്യാർത്ഥിനി. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ തടവുകാരി. 10 വർഷത്തിലധികം ജയിൽവാസം. നവ്ഖാലിയിൽ കാൽനടയായി 145 കിലോമീറ്റർ താണ്ടി 17 ദുരന്ത നിവാരണ ക്യാമ്പുകൾ തുറന്ന വനിത. ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലെ ബംഗാളിൽ നിന്നുള്ള ഏക വനിത. 2008 ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ലീലയുടെ ഛായാചിത്രം സ്ഥാപിച്ചു. 2 പതിറ്റാണ്ട് നേതാജിയെ അടുത്തറിഞ്ഞ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ലീലയ്ക്ക് ഉറപ്പാണെങ്കിൽ പിന്നെ സംശയിക്കേണ്ടതില്ല. ഭഗ്വാൻജി എന്ന് വിളിപ്പേരുണ്ടായിരുന്ന, മഹാകാൽ എന്ന് സ്വയം വിളിച്ചിരുന്ന, ഗുംനാമി ബാബെ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ആ സന്യാസി, അത് ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾക്ക് വിപ്ലവാഗ്നിയും സായുധ ചിറകുകളും നൽകിയ സാക്ഷാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നു. നേതാജി തായ്വാനിലെ ഒരു വിമാനത്താവളത്തിൽ നടന്ന അപകടത്തിൽ മരിച്ചെന്ന നുണ ലോകം ചുറ്റാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 81 വർഷം തികയുന്നു. എന്താണ് സത്യം? അങ്ങനെ ഒരു വിമാനം തകർന്നിട്ടില്ല.
വിമാന അപകടത്തിന്റെ പത്രവാർത്തയില്ല. തകർന്ന വിമാനത്തിന്റെ ചിത്രമില്ല. തകർന്നു വീണ വിമാനത്താവളത്തിൽ അപകടത്തിന്റെ രേഖയില്ല. നേതാജിയെ ചികിത്സിച്ച ആശുപത്രിയിൽ ചികിത്സാ രേഖയില്ല. മൃതശരീരം നേരിട്ട് കണ്ടവരില്ല. മൃതശരീരത്തിന്റെ ചിത്രമില്ല. മരണ സർട്ടിഫിക്കറ്റില്ല. ശരീരം സംസ്കാരം ചെയ്തയിടത്ത് നിയമപ്രകാരം വേണ്ടിയിരുന്ന രേഖയില്ല. ചിതാഭസ്മം ടോക്കിയോയിലേക്ക് എത്തിച്ചതിന് തെളിവില്ല. അപകടത്തിൽ ഒപ്പം മരിച്ച 3 ജപ്പാൻകാരുടെ വിവരങ്ങളില്ല. അതിലൊരാൾ ജപ്പാനിലെ മിലിറ്ററി ജനറൽ ആയിരുന്നു എന്നോർക്കണം. അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്നെന്ന് അവകാശപ്പെട്ട ഹബീബുർ റഹ്മാന്റെ വാക്കുകൾ വിദേശ അന്വേഷണ സംഘങ്ങൾ വിശ്വസിച്ചില്ല. ചികിത്സിച്ചെന്ന് അവകാശപ്പെട്ട ഡോക്ടർ തനിയോഷി യോഷിമി പറഞ്ഞത് നുണയെന്ന് തെളിഞ്ഞു. നേതാജി മരിച്ച് 40 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചികിത്സയുടെ വ്യാജരേഖ നിർമ്മിച്ചു. നേതാജിയുടെ മരണ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി. എന്നാൽ അതിലെ പേര് തിരുത്താൻ വിട്ടുപോയി. അതിപ്പോഴും ഇച്ചിറോ ഒക്കൂറ എന്ന മറ്റൊരാളുടെ പേരിലാണ്. വിമാന അപകടത്തിൽ നേതാജിക്കൊപ്പം മരിച്ച ജാപ്പനീസ് ജനറൽ സനമാസ ഷിദൈ പിന്നീടൊരിക്കൽ തെക്കൻ ചൈന കടലിനു മുകളിൽ ചൈനീസ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ചൈനീസ് ചരിത്രകാരന്മാർ പറയുന്നു. ദൈവത്തിന്റെ ഒരു കയ്യൊപ്പല്ല, അനേകം കയ്യൊപ്പാണ് നേതാജി മരിച്ചില്ല എന്നതിന്റെ തെളിവ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ആധികാരികമായി തെളിയിച്ച ജസ്റ്റിസ് മനോജ് കുമാർ മുഖർജി കമ്മീഷൻ റിപ്പോർട്ട് യാതൊരു കാരണവും പറയാതെ നിരസിച്ച് നേതാജി വിമാന അപകടത്തിൽ മരിച്ചെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ച സർക്കാരുകളുള്ള രാജ്യമാണ് നമ്മുടേത്. സന്യാസിയുടെ കൈപ്പടയും നേതാജിയുടെ കൈപ്പടയും ഒരാളിൻ്റേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടും സർക്കാരുകൾക്ക് നിസ്സംഗത മാത്രം. ലളിതമായി പറഞ്ഞാൽ നേതാജിയെക്കുറിച്ചുള്ള പരമമായ സത്യം ഉറങ്ങുന്നത് തായ്വാനിലല്ല, ടോക്കിയോയിലല്ല, റഷ്യയിലുമല്ല. അത് നീൻസാറിലാണ്, ബസ്തയിലാണ്, സീതാപൂരിലാണ്, ലക്നൌവിലാണ്, ഫൈസാബാദിലാണ്, അയോധ്യയിലാണ്, ഡോഗ്രോ റെജിമെന്റിന്റെ ആസ്ഥാനത്ത് കന്റോൺമെന്റ് ഏരിയയിലാണ്, ഠാക്കൂർ ശക്തി സിംഗിന്റെ റാംഭവൻ എന്ന വീടിന്റെ ഔട്ട് ഹൗസിലാണ്, സരയൂ നദീതീരത്ത് ശ്രീരാമൻ ദേഹത്യാഗം ചെയ്തെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുപ്താർ ഘാട്ടിലെ അന്ത്യവിശ്രമ സ്ഥലത്താണ്. കണ്ടോൺമെന്റ് ഏരിയയിൽ ഗുപ്താർ ഘാട്ടിൽ സന്യാസിയുടെ അനുയായികൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചിട്ടോ അവിടെ ശക്തി സിംഗ് ഒരു കുടീരം നിർമ്മിച്ചിട്ടോ പട്ടാളം പ്രശ്നമുണ്ടാക്കിയില്ല. ഇപ്പോഴും അവിടെ ആൾക്കാർ വരും, ഉപചാരമർപ്പിക്കും, പോകും. പട്ടാളം ഇടപെടാറില്ല. റാംഭവനിൽ പോയിട്ടുള്ള ഗുപ്താർ ഘാട്ടിൽ പോയി ആദരം അർപ്പിച്ചിട്ടുള്ള ശക്തി ഭായിയുടെ സുഹൃത്തായ എനിക്ക് നേരിട്ടറിയുന്ന കാര്യങ്ങളാണിത്. 8-9 വർഷം മുൻപ് നടന്നൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ആരാലും അറിയപ്പെടാത്ത ഈ സന്യാസിയെക്കുറിച്ച് ഗവേഷണം ചെയ്ത് എൻ്റെ സുഹൃത്ത് അധീർ സോംവൻഷി ഒരു പുസ്തകം എഴുതി. ലക്നൌവിലായിരുന്നു പ്രകാശന ചടങ്ങ്. അധീർ എന്നെ ക്ഷണിച്ചു. പ്രകാശനത്തിന് വന്നാൽ ഖവാലി നേരിട്ട് ആസ്വദിക്കാമെന്ന് പറഞ്ഞു. ഒപ്പം ഒരു സർപ്രൈസും ഉണ്ടാകുമെന്ന്. എന്നാൽ എനിക്കന്ന് പോകാൻ കഴിയുമായിരുന്നില്ല. ചെല്ലാതെ സർപ്രൈസ് എന്തെന്ന് പറയില്ലെന്ന് അധീർ. അങ്ങനെ സർപ്രൈസ് എന്തെന്നറിയാൻ ഞാൻ പുസ്തക പ്രകാശനം ദിവസം വരെ കാത്തിരുന്നു. അന്ന് അധീർ എനിക്കൊരു ചിത്രം അയച്ചു തന്നു. അതായിരുന്നത്രേ സർപ്രൈസ്. ആരാലും അറിയാത്ത, തീരെ അപ്രസക്തനായ ഒരാളെയും തൻ്റെ മുഖം കാണാൻ അനുവദിക്കാത്ത ഒരാളുമായും സൗഹൃദത്തിന് പോകാതിരുന്ന, ഉറ്റവരോട് ഒരു കർട്ടന്റെ മറവിൽ നിന്ന് മാത്രം സംസാരിക്കുമായിരുന്ന, അടിക്കടി വീടുമാറി താമസിച്ചിരുന്ന, നേതാജിയുടെ തിരോധാന വാർത്തകൾ സൂക്ഷിച്ചു വെച്ചിരുന്ന, 2ാം ലോക മഹായുദ്ധകാലത്തെ ജർമ്മൻ ബൈനോക്കുലറും സ്മോക്കിംഗ് പൈപ്പും ക്രോക്കറിയും അടക്കമുള്ള വസ്തുക്കൾ കൈവശം വെച്ചിരുന്ന, വായിച്ച പുസ്തകങ്ങളുടെ മാർജിനിൽ താനാണ് നേതാജി എന്ന മട്ടിൽ ചെറുകുറിപ്പുകൾ എഴുതിയിരുന്ന, നേതാജിയുടെ അച്ഛൻ്റെ ശീലക്കൊട ദിവ്യമായി സൂക്ഷിച്ചിരുന്ന, നേതാജിയുടെ കൽക്കട്ടയിലെ സഹോദരന് വന്ന കത്തുകൾ ഫൈസാബാദിലെ തൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന, ഡിക്കൻസിൻ്റെയും വുഡ് ഹൗസിൻ്റെയും പുസ്തകങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പുസ്തകങ്ങളും ശേഖരിച്ചിരുന്ന, ഒമേഗ റോളക്സ് വാച്ചുകളും വട്ടക്കണ്ണടയും എംപയർ കൊറോണ ടൈപ്പ് റൈറ്ററും ഹിറ്റാച്ചി മൈക്രോ റെക്കോർഡിംഗ് കാസറ്റും ജില്ലറ്റ് സേഫ്റ്റി റേസറും ഉപയോഗിച്ചിരുന്ന, INA യൂണിഫോം പവിത്രമായി സൂക്ഷിച്ചിരുന്ന, കാളിയുടെ ചിത്രവും ദേശീയ പതാകയും ആരാധിച്ചിരുന്ന ആ സന്യാസിയെക്കുറിച്ചെഴുതിയ അധീറിന്റെ പുസ്തകത്തിന്റെ പ്രകാശനം കാണാനെത്തിയ ഉപീന്ദർ സിംഗ് എന്ന സ്ത്രീയുടെ ചിത്രം. പ്രൊഫസർ, ചരിത്രകാരി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മകൾ. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. ചരിത്രത്തിൽ ചില ചോദ്യങ്ങൾക്ക് കാലം പോലും ഉത്തരം നൽകാറില്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനവും അത്തരമൊരു ചോദ്യമാണ്. ഒരു വശത്ത് വിമാന അപകടത്തിൽ നേതാജി മരിച്ചുവെന്ന ഔദ്യോഗിക വാദം, മറുവശത്ത് ഗുംനാമി ബാബയുമായി ബന്ധപ്പെട്ട രേഖകളും വസ്തുക്കളും സാക്ഷ്യങ്ങളും ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങൾ. ഏറ്റവും ശ്രദ്ധേയമായത് നേതാജിയെ വർഷങ്ങളോളം അടുത്തറിഞ്ഞിരുന്ന ലീല റോയ്. ആ സന്യാസിയെ നേരിൽ കണ്ടതിനു ശേഷം അദ്ദേഹത്തെ തൻ്റെ പഴയ സുഹൃത്തായി തിരിച്ചറിഞ്ഞുവെന്ന ഈ അവകാശവാദമാണ്. പക്ഷെ സത്യം എന്താണ്? നേതാജി യഥാർത്ഥത്തിൽ വിമാന അപകടത്തിൽ മരിച്ചോ? അതോ ലോകം വിശ്വസിച്ച ആ മരണവാർത്തയ്ക്ക് പിന്നിൽ മറ്റൊരു ചരിത്രമുണ്ടോ? ആ ചോദ്യത്തിന് അന്തിമമായ ഉത്തരം ഇന്നും ചരിത്രം തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗുംനാമി ബാബ ശരിക്കും നേതാജി സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.